ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ഇന്നത്തെ നിഫ്റ്റി ലെവൽസ്. നിഫ്റ്റി എക്സാക്റ്റ് ഒരു സൈഡ് വേസിലാണ് നിൽക്കുന്നത്. സൈഡ് വേസ് ആണെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടേണ്ട ദിവസം കൂടിയാണ് ഇന്ന്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടത് മിനിമം വേണ്ട ഒരു സംഭവം ക്ഷമയാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിക്ക് പോകാൻ പറ്റും കറക്റ്റായിട്ട്. നിഫ്റ്റിയിൽ വേറെ കാര്യമൊന്നും പറയാനില്ല. സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് നിഫ്റ്റി. പക്ഷേ അടിപൊളി ദിവസമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് അടിപൊളി ദിവസമാണ്. നല്ല രീതിക്കുള്ള ഒരു ക്യാൻഡിൽ ഫോർമേഷൻ, നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ടുള്ള സെറ്റപ്പ് എല്ലാവരും വന്നിട്ടുണ്ട്. ഫുൾ ടാർഗറ്റ് കൂടിയുള്ള ദിവസം കൂടിയൊക്കെയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോവാം. ഇന്ന് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ 2 ദിവസമായിട്ട് മോർണിംഗ് കൊടുക്കുന്നുണ്ട്, ഇന്നും കൊടുത്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് മേ ബി ഒരു SL ഫസ്റ്റ് ക്രൂഡ് ഓയിൽ വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു കോസ്റ്റ് ആയിരിക്കാം. പക്ഷേ റീ എൻട്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്രൂഡ് ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് SL അടിക്കുകയാണെന്നെങ്കിൽ ഒരു റീ എൻട്രി ഉണ്ട്. ആ റീ എൻട്രിയിൽ ഒരു 30 പോയിന്റ് ഇപ്പോൾ ആയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ. അപ്പോൾ ഈസി റിക്കവറൊക്കെ തന്നെയാണ്. കറക്റ്റായിട്ട് നമ്മൾ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സ്ട്രൈക്കുകൾ നമുക്കുണ്ടായിരുന്നത്. PE സൈഡിലേക്ക് നമുക്ക് എൻട്രികൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. PE ഫുള്ള് ബ്ലാങ്ക് ആണ്. അവിടെ എൻട്രികളില്ല. എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് കൊടുക്കുന്ന രീതിയിലുള്ള എൻട്രീസ് ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതല്ല, ട്രേഡ് കിട്ടിയിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ സിയിലാണ് ടോട്ടൽ എൻട്രികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ടോട്ടൽ എൻട്രി വരുന്നത് ഇന്നത്തെ ഒരു ദിവസത്തെ. 24,550 C ആണ്. 24,550 C ഫസ്റ്റ് ട്രേഡ് ഒരു കോസ്റ്റ് ആണ്. ഇത് ചിലവർക്ക് ഇത് SL ഹിറ്റായി ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് മാത്രം ഒന്ന് നോക്കി നോക്കുക. ബാക്കിലേക്ക് ഞാൻ വരാം കേട്ടോ. ഇപ്പോഴും കണ്ടീഷൻ മനസ്സിലാവാത്ത ആൾക്കാർ ഇവിടെ ഫോക്കസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഞാൻ ഒരു ലെവൽ തരുന്നു, എങ്ങനെ ലെവൽ കിട്ടണു അതൊന്നല്ല നമ്മൾ പറയണത്. ഞാൻ തരുന്ന ഒരു പ്രൈസ്, ഇപ്പോൾ ഞാനിപ്പോൾ 24,550 C ഈ സ്ട്രൈക്ക് തരുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം ഒരു വിലയും തരുന്നുണ്ട്. 95 രൂപ എന്ന് പറഞ്ഞ ഒരു പ്രൈസ് ഞാൻ തരുന്നുണ്ട്. അവിടെ നമുക്ക് ഒരു 95 രൂപ എന്നുള്ള പ്രൈസ് കാണാം. ഞാൻ മോർണിംഗിലേ തരണമാണ്. അത് 8:30 നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ട്രേഡ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യണം. അതിനുശേഷം എപ്പോഴാണോ റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുള്ള ഭാഗത്തിനാണ് ബോഡി എന്ന് പറയുക. വിക്കാണ് ആ കോല് പോലെ സംഭവത്തിന് വിക്ക് എന്ന് പറയുക. അപ്പോൾ ബോഡി ഈ ലെവലിൻ്റെ 95 മുകളിൽ ക്ലോസ് ചെയ്യണം. അങ്ങനത്തെ സിനാരിയോസിൽ ട്രേഡ് എടുക്കാം. ഇത് അങ്ങനത്തെ സിനാരിയോ ആണ്. കറക്റ്റ് ഇവിടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ട് അടുത്ത ക്യാൻഡിൽ ലിമിറ്റിൽ വന്നു. ഇവിടെ നിന്ന് ചാടി കയറി എടുക്കാൻ ഞാനോട് പറയണില്ല കേട്ടോ. അത് 101 നിൽക്കണത്. ഇപ്പോൾ 6 പോയിന്റ് വ്യത്യാസമുണ്ട്. നിങ്ങൾ 3 പോയിന്റ് വ്യത്യാസനോ 2 പോയിന്റ് വ്യത്യാസനോ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ലിമിറ്റ് ഇട്ട് വെച്ചാലും പ്രശ്നമില്ല. ലിമിറ്റ് ഇടാൻ പറ്റിയില്ലെങ്കിൽ മാർക്കറ്റ് ഓർഡർ ആണെങ്കിലും പ്രശ്നമില്ല. ഇങ്ങോട്ട് എത്ര നേരത്തേക്ക് എടുത്താൽ മതി. അങ്ങനെ എടുത്ത ശേഷം പിന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിലേക്ക് തന്നെ ഇരിക്കുക. പക്ഷെ അത് പ്രോഫിറ്റിക്ക് പോകണമെന്ന് നോക്കിയാണ്. പക്ഷേ അതിൻ്റെ മുമ്പ് ഒരു സ്റ്റേജും കൂടി ഉണ്ട്. ഇവിടെ എത്രത്തോളം ക്യാൻഡിൽസ് സസ്റ്റെയിൻ ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ടൈം പീരീഡ് 10 മിനിറ്റ് ആണ്. ട്രേഡ് എടുത്ത ശേഷം 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് കോസ്റ്റ് ആണ് ഇവിടെ ഹിറ്റാവുക. അല്ലെങ്കിൽ ചെറിയ SL 2 രൂപ 3 രൂപ SL വരും. അല്ലെങ്കിൽ കോസ്റ്റ് കറക്റ്റ് അടിച്ച് കളയാം. അല്ലെങ്കിൽ ഇവിടെ വലിയൊരു വിക്ക് നമുക്ക് കാണാണ്ട്. അത് പ്രോഫിറ്റാണ്. പക്ഷെ എന്ന് വെച്ചാൽ അത് ഞാൻ പറയണില്ല. അതൊന്നും കിട്ടാൻ ചാൻസുകൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ക്യാൻഡിൽ നമുക്ക് കോസ്റ്റ് അടിക്കാൻ പറ്റും. അതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. മനസ്സിലായില്ലേ? പിന്നെ ക്യാൻഡിൽസ് അടിയെ പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞ ഈ പ്രൈസ് തന്നെ 95 റീ എൻട്രി ആണ്. ഇവിടെ റീ എൻട്രി ആക്ടിവേഷൻ ആയിട്ടുണ്ട്. ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ബോഡി ലോസിനോട് കൂടിയിട്ട് അത് റീ എൻട്രി ആക്ടിവേഷൻ ആയി. പിന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. ഒരു 2.5 രൂപ വ്യത്യാസമാണ് നിൽക്കുന്നത്. നമുക്ക് അത് ഈസി ആയിട്ട് പിക്ക് ചെയ്യാം. അവിടെ നിന്നാണ് ഈ ഫുൾ ടാർഗറ്റ് അല്ല 30 പോയിന്റ് വന്നാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ 128 ഉണ്ട്, 95 ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് കുറേ നേരമാണ് നിൽക്കണ്ടായിരുന്നത്. അതിനുശേഷം ക്യാൻഡിൽ ഇവിടെയാണ് ഇറങ്ങിയിരിക്കണത്. ഇവിടെ നിന്ന് ക്യാൻഡിൽ നന്നായിട്ട് ഇറങ്ങി പിന്നെ തിരിച്ച് കയറുന്നത് ഇവിടെയാണ്. ഇവിടെ കയറിയപ്പോൾ പിന്നെ റീ എൻട്രി ആണ്. അതും ഞാൻ പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ. അതാണ് ഫുൾ ടാർഗറ്റ് വന്നാണ്. പിന്നത്തെ ഒരു ലെവൽ മോർണിംഗ് കൊടുത്തിട്ടുള്ള ലെവലാണ് ഈ 128 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 8:30 നോക്കി വെച്ചാൽ ലെവലാണ് മോർണിംഗിൽ. അവിടെ ഒരു വട്ടമാണ് ആക്ടിവേഷൻ നടന്നത്. 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 10 പോയിന്റ് കുറേ വട്ടം കിട്ടിയിട്ടുണ്ട്. അതായത് കുറേ നേരമായിട്ട് 10 പോയിന്റ് തന്നെ കുറേ നേരം നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. എങ്ങനെ എക്സിറ്റ് ചെയ്യാലും സംഭവം പ്രോഫിറ്റാണ്. പിന്നെ ക്യാൻഡിൽസ് ഇറങ്ങി തിരിച്ച് കയറാൻ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ റെഡ് ക്യാൻഡിലില്ല. അപ്പോൾ ഈ ഒരു ഫ്ലോ ഈസി ആയിട്ട് കിട്ടണമെന്നല്ല, അതിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കത് ഇഗ്നോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ടോട്ടൽ ഈ 24,550 Cയിൽ ഈ ഒരു എൻട്രി മാത്രമേ വന്നിട്ടുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 4 എൻട്രികളാണ്. നമുക്ക് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കാം. സംഭവം സൈഡ് വൈസ് ആണെങ്കിലും ഫുൾ ടാർഗറ്റ് പോകണമെങ്കിൽ അതൊക്കെ മാർക്കറ്റിൻ്റെ കാര്യങ്ങളാണ്. നമുക്കൊന്നും ചെയ്യാല്. നമുക്ക് ജസ്റ്റ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ട കാര്യം.
പിന്നെ ഉള്ളത് 80-500 C ആണ്. 80-500 C ഫസ്റ്റ് എൻട്രി ഉണ്ട് ഇവിടെ. അതൊരു 120 പോയിന്റ്, 100 പോയിന്റ്, 1:2, 80-100 പോയിന്റാണ് കിട്ടിയത്. പിന്നെ ക്യാൻഡിൽസ് ഇവിടെ ഇറങ്ങി തിരിച്ച് കയറുന്നുണ്ട്. ഇത് ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല സെപ്പറേറ്റ്. ഇത് വേണമെങ്കിൽ എടുത്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റിലായിരിക്കുന്നു മാത്രം. പക്ഷേ അത് ഓക്കെയാണ് ആ എൻട്രി. എന്താണെന്ന് വെച്ചാൽ ക്യാൻഡിൽ അടിയിലേക്ക് ഇറങ്ങി കുറച്ച് സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് പതുക്കെ കയറുകയാണ്. അപ്പോഴാണ് ഈ എൻട്രി എടുക്കുന്നത്. ഞാനിവിടെ ഈ പറയുന്ന ഒരു സസ്റ്റെയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതായത് പെട്ടെന്ന് ഒരു റെഡ് ക്യാൻഡിൽ ലോസ് ചെയ്തു, പിന്നെ പെട്ടെന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ എടുത്ത് മുകളിൽ കയറുക, അതല്ല പറയണത്. റെഡ് ക്യാൻഡിൽ ലോസ് ചെയ്ത ശേഷം ഒരു 5-10 ക്യാൻഡിൽ അടിയിൽ ഇങ്ങനെ നിൽക്കണം, മനസ്സിലായില്ലേ? ഇങ്ങനെ നിന്നിട്ട് കണ്ടീഷൻ ഇവിടെ ആക്ടിവേഷൻ നടക്കണം. അപ്പോഴാണ് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ആ പോയ ബയേഴ്സ് തിരിച്ചു വരുള്ളൂ ആ ഒരു പൊസിഷനിൽ. അപ്പോൾ അങ്ങനെയാണ് എൻട്രി വന്നത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റാണ്. ഞാൻ ഫസ്റ്റ് വേണ്ട കാര്യം മാത്രമേ പറയാനുള്ളത് മാത്രം. 80-500 C. അപ്പോൾ നമുക്ക് ഇത്ര എൻട്രീസാണ് കിട്ടിയേക്കണത്. ഇന്നിപ്പോൾ സ്പോട്ടിൽ നിങ്ങൾ കണ്ട പോലെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇടയിലാണ് നിൽക്കുന്നത്. വലിയ എൻട്രികൾ കിട്ടാൻ സാധ്യത കുറവാണ്. കാര്യം നമുക്ക് അങ്ങനെയാണ്, വലിയ എൻട്രികളൊന്നും കിട്ടിയിട്ടില്ല. ഒരു 5-6 എൻട്രിയാണ് കിട്ടിയത് ടോട്ടൽ. ഈ 5-6 എൻട്രികളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രം കിട്ടുന്ന ഒരു സിനാരിയാണ് നടന്നേക്കണത്. അത് നിങ്ങൾ എത്രത്തോളം സെറ്റാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം, മനസ്സിലായില്ലേ? ട്രെൻഡിങ്ങിൽ മാത്രമല്ല പ്രോഫിറ്റ് എടുക്കേണ്ടത്, സൈഡ് വേസിലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന സിനാരിയോ മാർക്കറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സൈഡ് വേസിൽ പെടും, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഇന്ന് നല്ല ദിവസം തന്നെയാണ്. ആർക്കും അങ്ങനെ മോശം പറയാൻ പറ്റുന്ന ഒരു ദിവസമല്ല. എല്ലാവർക്കും അത്യാവശ്യം പ്രോഫിറ്റിൽ തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു സിനാരിയോ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൽ കിട്ടിയിട്ടുണ്ട്, അത്ര ഉള്ള കാര്യം. ക്രൂഡ് ഓയിൽ ഒരു എസ് കഴിഞ്ഞിട്ട് ഒരു 1:3 ആണ്. എങ്ങനെ നോക്കിയാലും ഒരു പ്രോഫിറ്റ് എടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം പ്രോഫിറ്റ് എടുക്കണു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണു, അല്ലെങ്കിൽ എത്രത്തോളം SL കറക്റ്റായിട്ട് ഇടണു, ഇത് മാത്രമല്ല അതിൻ്റെ ഉള്ളത്തെ ഗെയിം. ഇതിൻ്റെ ഉള്ളത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കണ ആ എൻട്രി പോയിന്റ് ആണ്, മനസ്സിലായില്ലേ? എൻട്രി എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ എൻട്രി പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. അപ്പോൾ 100% നിങ്ങളുടെ എൻട്രി പോയിന്റ് കറക്റ്റ് ആക്കിയാലാണ് നിങ്ങൾക്ക് കറക്റ്റ് SL ഇട്ടിട്ടിരിക്കാൻ പറ്റുള്ളൂ. നിഫ്റ്റിയിൽ 10 പോയിന്റ് SL അടിച്ചു പോകാൻ പറ്റാണ്ടില്ല. അത് നല്ല എൻട്രി പോയിന്റ് ആവണോണ്ടാണ് നിങ്ങൾക്ക് അത് തോന്നാത്തത്. ചിലപ്പോൾ പലർക്കും ഇതൊക്കെ നമ്മുടെ ഇപ്പം കുറേ കാലമായിട്ട് ചെയ്യണവരുണ്ടാവും. ഇപ്പോൾ കുറേ മാസമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഞാൻ ഇത് പറയണ കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ടൊക്കെ തോന്നും, മനസ്സിലായില്ലേ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ സംഭവം ഈസി അല്ല. അത് ഞാനത് പറഞ്ഞ കാരണോട് നിങ്ങൾക്കത് ഈസി ആവണതാണ്. നിങ്ങൾക്ക് ഡെയിലി പ്രോഫിറ്റ് വരുന്നത് അതാണ് അതിൻ്റെ റീസൺ. ഇതിൽ ലോസ് വരാണ്ടിരിക്കില്ലേ? അത് എങ്ങനെ വേണമെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കാൻ വേണ്ടി ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ അവിടെ നിങ്ങൾ പ്രോഫിറ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് സൈനാണ്. ആസ് എ ട്രേഡർ നിങ്ങൾക്ക് അത് ഒരു ഗുഡ് സൈനാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ട്രേഡിംഗ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇത് എൻട്രി പോയിന്റ് എങ്ങനെയാണ് കിട്ടണമെന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാം. നിങ്ങൾ എല്ലാവരും പഠിച്ച് സ്വന്തമായിട്ട് ചെയ്ത് വരിക, അതാണ് ഏറ്റവും നല്ലത്, മനസ്സിലായാലേ? അതിനുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫ്രീ ഗ്രൂപ്പ് ഒക്കെ താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോസൊക്കെ കൺവിൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഫ്രീ ഗ്രൂപ്പിലേക്ക് കയറി എൻ്റെ എൻട്രി, അതായത് ഞാൻ തരുന്ന കോഴ്സ് എപ്പോഴാണ് ആക്ടിവേഷൻ ആവണത്, എത്ര പോയിന്റ് പോകണം, നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്ക് വരെ ചെക്ക് ചെയ്യാം. ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ എന്തായാലും 2-3 ട്രേഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് നോക്കാവുന്നതാണ്, മനസ്സിലായില്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ സെറ്റപ്പാണ് പെയ്ഡ് ഗ്രൂപ്പിൽ നടക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ആണ് ഫ്രീ ഗ്രൂപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിലും സിഗ്നൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ട്, അതിലും ജോയിൻ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.